ഗ്രാമറിലെ 12 ടെൻസും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. കുറേ പേര് കോമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഴുതാനും PSC പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഒക്കെ ഭയങ്കരമായിട്ട് അവർക്കത് ഉപകാരപ്പെട്ടു എന്ന് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് കുറച്ച് ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഈ 12 ടെൻസസിലെ ഓരോ ടെൻസസും ഓരോ ദിവസമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് 12 ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ 12 ടെൻസസ് ഉണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ അല്ലേ. അതിൽ സിമ്പിൾ ടെൻസ്, അതിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, കണ്ടിന്യൂസ് ടെൻസ്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് 12 ടെൻസസും 12 ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുള്ളൂ. ഉറപ്പായിട്ട് ഉപകാരപ്പെടും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞത് പ്രകാരം 12 ടെൻസസ് ഉണ്ടല്ലോ ഇംഗ്ലീഷ് ഗ്രാമറിൽ. അപ്പം ഇംഗ്ലീഷ് ഗ്രാമറിൽ 12 ടെൻസസിൽ ഫസ്റ്റ് ടെൻസ് ആണ് സിമ്പിൾ ടെൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ ടെൻസ് എന്ന് പറയുന്ന പേര് പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെൻസ് ആണ്. അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. 3 ടെൻസസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഈ 3 ടെൻസസിനെ 4ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ആണ് ഉള്ളത്. അതിൽ പ്രസൻറ്റ് ടെൻസിലായാലും പാസ്റ്റ് ടെൻസിലായാലും ഫ്യൂച്ചർ ടെൻസിലായാലും 4 ഡിവിഷൻസ് വരുന്നുണ്ട്. സിമ്പിൾ ടെൻസ്, കണ്ടിന്യൂസ് ടെൻസ്, പെർഫെക്റ്റ് ടെൻസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൽ സിമ്പിൾ ടെൻസിലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് സെൻറ്റൻസസ് ഉണ്ടാക്കുന്നത് ഒക്കെ നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. സ്ഥിരമായിട്ട് സംഭവിക്കാറുള്ള, ഒരു മാറ്റവുമില്ലാതെ സ്ഥിരമായിട്ട് നടക്കാറുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മളുടെ യൂണിവേഴ്സൽ ഫാക്ട്സിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ പൊതുവേ ചെയ്യാറുള്ള കാര്യങ്ങൾ, പൊതുവേ നടക്കാറുള്ള കാര്യങ്ങൾ, പൊതുവേ സംഭവിക്കാറുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന്, പൊതുവേ ഉള്ള സത്യങ്ങൾ, പ്രപഞ്ച സത്യങ്ങൾ എന്ന് പറയും. അതായത് സൂര്യൻ കിഴക്കുദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ നിറം പച്ചയാണ്, അല്ലെങ്കിൽ ഈ പേനയുടെ നിറം കറുപ്പാണ്. ഇതൊക്കെ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലേ, ഇത് കറുപ്പാണ്. അപ്പോൾ അങ്ങനത്തെ പ്രപഞ്ച സത്യങ്ങൾ, യൂണിവേഴ്സൽ ട്രൂത്ത്സിനെ പറ്റിയിട്ടും പറയാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ പൊതുവേ നമ്മൾ എല്ലാ ദിവസവും ചെയ്യാറുള്ള കാര്യങ്ങളെ പറ്റി പറയാനായിട്ട്. ഉദാഹരണത്തിന് ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്, ഞാൻ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്, 11 മണിക്ക് ഓഫീസിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ചായ കുടിക്കാറുണ്ട്. ഇതൊക്കെ എന്താ, പൊതുവേ നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ പറയാനായിട്ട്, എനിക്ക് ചായ കുടിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് സിനിമ കാണാൻ ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ ശീലങ്ങളെ പറ്റി പറയാൻ വേണ്ടി, ഞാൻ സിനിമ കാണാറുണ്ട്. അങ്ങനത്തെ നമ്മുടെ ശീലങ്ങൾ, ഇഷ്ടങ്ങൾ, പൊതുവെ ചെയ്യാറുള്ള കാര്യങ്ങൾ, സ്ഥിരമായി നടക്കാറുള്ള കാര്യങ്ങൾ, സംഭവിക്കാറുള്ള കാര്യങ്ങൾ, ഇതിനെയൊക്കെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ സെൻറ്റൻസ് ഉണ്ടാക്കിയാൽ മതിയോ? പോരാ. എങ്ങനെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്ത് സെൻറ്റൻസസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ ഞാനിവിടെ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. ഞാൻ എന്നും ഓഫീസിൽ പോകാറുണ്ട്. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആവാനുള്ള കാരണം എന്താ? കാരണം ഇത് ഞാൻ എന്നും ചെയ്യാറുള്ള കാര്യമാണ്, എല്ലാ ദിവസവും നടക്കാറുള്ളത്, ഞാൻ പൊതുവേ ചെയ്യാറുള്ള അല്ലെങ്കിൽ പൊതുവേ സംഭവിക്കാറുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രമല്ല, ബേസിക് ആയിട്ട് നമ്മൾ ഏതൊരു സെൻറ്റൻസ് ഉണ്ടാക്കുകയാണെങ്കിലും, ആദ്യം നമ്മൾ എഴുതേണ്ടതാണ് സബ്ജക്റ്റ്. എന്താണ് ആദ്യം എഴുതേണ്ടത്? സബ്ജക്റ്റ്. എന്താണ് ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ ആരെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നത്, എന്തിനെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നത്, അതാണ് അവിടുത്തെ സബ്ജക്റ്റ്. ഇവിടെ ഞാൻ എന്നും ഓഫീസിൽ പോകാറുണ്ട്, ഇവിടെ ഞാൻ ആരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്? എന്നെ പറ്റിയിട്ട്, ഞാൻ അല്ലേ. അപ്പം ഞാനാണ് സബ്ജക്റ്റ്. അവൾ എന്നും ഓഫീസിൽ പോകാറുണ്ടെന്നാണ് ഞാൻ പറയുന്നതെങ്കിലോ, അപ്പോൾ അവിടെ ആരായിരിക്കും സബ്ജക്റ്റ്? അവൾ എന്നും ഓഫീസിൽ പോകാറുണ്ട്. ആരെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്? എന്നെ പറ്റിയിട്ടാണോ, നിങ്ങളെ പറ്റിയിട്ടാണോ? അല്ല, അവളെ പറ്റിയിട്ടാണ്. സോ അവളാണ് ഇവിടെ സബ്ജക്റ്റ്. നമ്മൾ ആരെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നത് അതാണ്, അല്ലെങ്കിൽ ആ വ്യക്തി, അല്ലെങ്കിൽ ആ വസ്തു, ആ സ്ഥലം, എന്തോ ആയിക്കൊള്ളട്ടെ, അതാണ് അവിടെ സബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ, പത്തനംതിട്ട ഒരു വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഞാൻ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്? എന്നെ പറ്റിയിട്ടാണോ, അവളെ പറ്റിയിട്ടാണോ, അവരെ പറ്റിയിട്ടാണോ? പത്തനംതിട്ടയെ പറ്റിയിട്ടാണ്. അപ്പോൾ പത്തനംതിട്ടയാണ് അവിടുത്തെ സബ്ജക്റ്റ്. സോ എന്തിനെ പറ്റിയിട്ടാണോ, ആരെ പറ്റിയിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത്, അതാണ് ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി വേർബ്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ വേർബാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് സബ്ജക്റ്റ് എഴുതാം. ഞാനെന്ന് പറയുമ്പോൾ ഇവിടെ ഞാനെന്നും ഓഫീസിൽ പോകാറുണ്ട്, ഞാനാണ് സബ്ജക്റ്റ്, ഐ അല്ലേ. ഞാനെന്ന് പറയുമ്പോൾ ഐ. ഇനി അടുത്ത് നമ്മൾ എഴുതേണ്ടതാണ് വേർബ്. എന്താണ് ഈ വേർബ് എന്ന് പറയുന്നത്? എന്താ വേർബ്?
കേൾക്കുമ്പോൾ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിലും വേർബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ട്. എഴുതുക, ചാടുക, നിൽക്കുക, ഇരിക്കുക, കിടക്കുക, ഉറങ്ങുക, ശ്വസിക്കുക, കഴിക്കുക, കുടിക്കുക, കുളിക്കുക, നനയ്ക്കുക, ഇതെല്ലാം എന്താണ്? നമുക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പ്രവൃത്തികളുമാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. എല്ലാ സെന്റൻസിലും സബ്ജക്റ്റും ഉണ്ടായിരിക്കും, വേർബും ഉണ്ടായിരിക്കും. അതായത് പ്രവൃത്തി ചെയ്യുന്ന ഒരാളും ഉണ്ടായിരിക്കും, പ്രവൃത്തിയും ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ എന്നും ഓഫീസിൽ പോകാറുണ്ട്. ഇവിടെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താ? ഞാൻ സബ്ജക്റ്റ് ആണ്. എന്നും എന്നും എന്ന് പറയുന്ന കാര്യം നമുക്ക് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല. അപ്പൊ അത് വേർബാണോ? അല്ല. ഓഫീസ് എന്ന് പറയുന്നത് നമുക്ക് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല അല്ലേ? പോകാറുണ്ട്, പോവുക, അത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് എവിടെയെങ്കിലും പോവുക. അങ്ങനെ നമുക്ക് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വേർബ് വെറുതെ അങ്ങോട്ട് എഴുതാൻ പറ്റത്തില്ല. പോവുക എന്ന് പറയുമ്പോൾ ശരിയാണ്, ഗോ എന്നാണ്. പക്ഷെ എപ്പോഴും നമുക്ക് ഗോ എന്ന് എഴുതാൻ പറ്റത്തില്ല. അതെന്താ കാരണം? സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് വേർബിന് ചില സമയങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കാര്യമാണ്. അതായത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ, പ്രപഞ്ച സത്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അങ്ങനത്തെ കേസസിൽ മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസസിന്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഞാൻ ഇന്നലെ ബിരിയാണി കഴിച്ചു എന്ന് പറയുന്ന സെന്റൻസിലൊന്നും ഇത് കയറി യൂസ് ചെയ്യരുത്. അവിടെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞു പോയ കാര്യമാണ്, വേറെ ടെൻസാണ്. സ്ഥിരമായി ചെയ്യാറുള്ള കാര്യങ്ങൾ, സ്ഥിരമായി നടക്കാറുള്ള കാര്യങ്ങൾ, യൂണിവേഴ്സൽ ട്രൂത്ത്സിൻ്റെ കൂടെയൊക്കെ ഇപ്പം ഞാൻ പറയുന്ന ഫോമാറ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന സാധനം, അത് വ്യക്തിയാകാം, വസ്തുവാകാം, സ്ഥലമാകാം, അത് ഒരാളെ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഒരാളെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനത്തെ കേസിൽ ഈ വേർബിൻ്റെ കൂടെ നമ്മൾ ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കും. അതായത് ഇപ്പോൾ വേർബ് ടോക്ക് എന്നാണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണ്. അതായത് സിംഗുലർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒന്നേ ഉള്ളൂ. സിംഗുലർ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരാൾ അല്ലെങ്കിൽ ഒരു സ്ഥലം, ഒരു വസ്തു മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ കേസിൽ ടോക്ക് എന്ന് പറയുന്നത് എന്താകും? ടോക്സ് ആകും. ഗോ എന്ന് പറയുന്നത് എന്താകും? ഗോസ് ആകും. സ്പീക്ക് എന്ന് പറയുന്നത് എന്താകും? സ്പീക്സ് ആകും. അതായത് ഏതാണോ വാക്ക് അതനുസരിച്ച് ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ ഇ എസ്. വാക്കനുസരിച്ച് എല്ലായിടത്തും വെറുതെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. ഓരോ വാക്കനുസരിച്ച് ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ ഇ എസ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ വേർബിൻ്റെ കൂടെ നമ്മൾ എന്താണോ വേർബ് അതിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കുക. ഇനി അതല്ല, ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിലോ, ഉദാഹരണത്തിന് അവര്, ഞങ്ങൾ, അല്ലെങ്കിൽ ഞാനും എൻ്റെ അമ്മയും, അതല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ, ഇതൊക്കെ ഒന്നിൽ കൂടുതൽ ആളുകളാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ സുഹൃത്തുക്കൾ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. എന്നും ചെയ്യാറുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ഒരാളല്ല, 2 പേരായിരിക്കും, അല്ലെങ്കിൽ 3 പേരായിരിക്കും, അല്ലെങ്കിൽ 100 പേരായിരിക്കും. അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യണ്ട, വേർബ് അതുപോലെ എഴുതിയാൽ മതി. ഒന്നുമേ ചെയ്യണ്ട. എന്താണോ വേർബ് അതുപോലെ എഴുതുക. ഞങ്ങൾ പോകാറുണ്ടെന്നാണെങ്കിൽ വി ഗോ, ഞങ്ങൾ വരാറുണ്ടെന്നാണെങ്കിൽ വി കം, അവർ കളിക്കാറുണ്ടെന്നാണെങ്കിൽ ദേ പ്ലേ. അപ്പം എന്താണോ വേർബ് അത് അതേപോലെ എഴുതുക. ഒന്നും ഒരു മാറ്റവും വരുത്തണ്ട. പക്ഷെ ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഐ. ഐ എന്ന് പറഞ്ഞാൽ ഒരാളാണോ 2 പേരാണോ 3 പേരാണോ? എന്താ അവസ്ഥ? ഒരാളാണ്. പക്ഷേ ഇത് ഒരാളെ ഉള്ളൂ എന്ന് കരുതിയിട്ട് വേർബിൻ്റെ കൂടെ എസ് ഇ എസ് ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഒരു എക്സെപ്ഷണൽ റൂൾ ഉണ്ട്. യു അതുപോലെ തന്നെ ഐ, ഇവയുടെ കൂടെ വേർബ് എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ എഴുതണം. ഇത് നിങ്ങളൊന്ന് എഴുതി വെച്ചോ. ഇപ്പം കുറച്ചു നേരം കഴിയുമ്പോൾ ഇവിടെ മൊത്തം കറുപ്പ് കൊണ്ട് ഞാൻ ഒരു അയ്യർ കളിയായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. സോ ഇപ്പോൾ എഴുതിയെടുത്തോ കേട്ടോ. ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സമയമില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് നോട്ട് ചെയ്താലും മതി. പക്ഷേ ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ. സോ യു ഐ ഇതിൻ്റെ കൂടെ പ്ലൂറൽ പോലെ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒന്നിൽ കൂടുതൽ ആളുകളാണെങ്കിൽ അതേപോലെ വേർബ് അതുപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി. അതിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ചേർക്കണ്ട. ഒരാളല്ലേ ഉള്ളൂ. നീ ഫുട്ബോൾ കളിക്കാറുണ്ട്. എൻ്റെ കൂട്ടുകാരനെ പറ്റി ഞാൻ പറയാം. നീ ഫുട്ബോൾ കളിക്കാറുണ്ട്. നീ ഒരാളല്ലേ ഉള്ളൂ. അപ്പം യു പ്ലേസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യു പ്ലേന്നേ പറയാൻ പറ്റുള്ളൂ. ഐ പ്ലേ, യു പ്ലേ, ഐ ഗോ, യു ഗോ, ഐ ഈറ്റ്, യു ഈറ്റ്. ഒരിക്കലും എസ് ഒ ഇ എസ് ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഐ, ഞാൻ പോകാറുണ്ട്. ഇവിടുത്തെ വേർബ് എന്താ?
പോവുക, പോകാറുണ്ട്. സോ പോവുക എന്നുള്ളതിന് എന്താ ഗൈസ് ഇംഗ്ലീഷിൽ പറയാ? ഗോ ആണ് പറയാ അല്ലേ? അപ്പം ഐ ഗോ എങ്ങോട്ടേക്ക് പോകാറുണ്ട്? ഓഫീസിലേക്ക്. സോ അതാണ് നമ്മുടെ പ്ലേസ്. കാരണം വേർബ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും വ്യക്തിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിലോ ആയിരിക്കും പ്രവൃത്തി ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഞാൻ എന്നും ചായ കുടിക്കാറുണ്ട്. അപ്പം നമ്മുടെ കുടിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നത് എന്തിലാ? ചായയിലാണ്. അതാണ് അവിടെ ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും അവനെ വിളിക്കാറുണ്ട്. അപ്പം വിളിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്ന ആരില്ല? അവനിൽ. അപ്പം അവനാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. സോ ചില സമയത്ത് വ്യക്തിയോ വസ്തുവോ ആയിരിക്കാം ഒബ്ജക്റ്റ്, ചില സമയത്ത് ഒരു സ്ഥലമായിരിക്കാം, ഒബ്ജക്റ്റ് ആയിരിക്കത്തില്ല, ചില സമയത്ത് സമയമായിരിക്കാം, ചിലപ്പോൾ ഇത് രണ്ടും കൂടി വരാം. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഐ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകാറുണ്ട്. ആദ്യം ഞാൻ, അത് കഴിഞ്ഞ് പോകാറുണ്ട്, അത് വേണം ആദ്യം വരാൻ. ഐ ഗോ എങ്ങോട്ടേക്ക് പോകാറുണ്ട്? ഓഫീസിലേക്ക്. അപ്പോൾ ഓഫീസ് എന്ന് പറയുമ്പോൾ ഓഫീസ് തന്നെയാണ് ഇംഗ്ലീഷ്. പക്ഷെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഓഫീസിൽ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? ടു ഓഫീസ് എന്ന് പറയണം. നമ്മളൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഡിറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ മുന്നിൽ ടു ചേർക്കണം. അത് നിർബന്ധമാണ്. ഓക്കെ, നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ്, മൂവ്മെൻ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടു ചേർക്കുന്നത്. സോ ഐ ഗോ ടു ഓഫീസ് എന്നും, എവ്രി ഡേ. ഉണ്ട് ഇവിടെ ആകുമ്പോൾ പ്ലേസും ഉണ്ട് ടൈമും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ചില സമയത്ത് രണ്ടും കൂടി വരാം, ഒബ്ജക്റ്റും ടൈമും വരാം, അല്ലെങ്കിൽ പ്ലേസും ടൈമും വരാം, അങ്ങനെയൊക്കെ വരാം കേട്ടോ. സോ ഐ ഗോ ടു ഓഫീസ് എവ്രി ഡേ. ഇത് കണ്ടോ, രണ്ട് വാക്കാണ്, ഒരു വാക്കല്ല. അപ്പം ഞാൻ എന്നും ഓഫീസിൽ പോകാറുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്. ഇപ്പം ഞാൻ തിയറിറ്റിക്കലായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളിൽ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം എക്സാമ്പിൾസ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഓരോ എക്സാമ്പിൾസ് ആയിട്ട് ഒന്ന് ഇംഗ്ലീഷിലാക്കി നോക്കാം. അവൻ എന്നെ വിളിക്കാറുണ്ട്. അവൻ എന്നെ വിളിക്കാറുണ്ട്. പൊതുവേ ചെയ്യാറുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവൻ എന്നെ വിളിക്കാറുണ്ട്. സോ എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സബ്ജക്റ്റ് വെച്ചിട്ട്. ഇവിടെ അവൻ എന്നെ വിളിക്കാറുണ്ട്. ആരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്? അവനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സോ ഇവിടെ സബ്ജക്റ്റ് എന്താ? അവൻ, ഹി. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ വേർബ് എന്താ? അവൻ എന്നെ വിളിക്കാറുണ്ട്. ഇവിടെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് എന്താ? ഇവിടെ ഏതാ പ്രവൃത്തി? വിളിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി അല്ലേ? സോ വിളിക്കുക എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ കോൾ എന്ന് പറയും. പക്ഷേ ഇവിടെ സബ്ജക്റ്റ് എന്താ? ഒരാളെ ഉള്ളൂ. സബ്ജക്റ്റ് ഒരാളെ ഉള്ളൂ എങ്കിൽ, സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എന്ത് ചേർക്കണം എന്ന് ഞാൻ പറഞ്ഞേ? ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ ഇ എസ്. അപ്പം ഇവിടെ നമ്മൾ എസ് എ ചേർക്കുള്ളൂ. കോളിൻ്റെ കൂടെ അല്ലെങ്കിൽ എല്ല് കൊണ്ട് അവസാനിക്കുന്ന, ഇതും നോട്ട് ചെയ്ത് വെച്ചോ, എല്ല് കൊണ്ട് അവസാനിക്കുന്ന മിക്ക വേർബിൻ്റെയും കൂടെ നമ്മൾ എസ് ആണ് അവസാനം ചേർക്കുക. സോ കോൾസ്, ഹീ കോൾസ്. പക്ഷെ ഇവിടെ ഇതേ സമയം ദേ ആയിരുന്നെങ്കിലോ, അവർ വിളിക്കാറുണ്ടെന്നായിരുന്നെങ്കിലോ, അപ്പം ദേ കോൾ എന്നേ വരത്തുള്ളൂ, ദേ കോൾസ് വരില്ല. ഇവിടെ അവൻ ഒരാളുടെ കാര്യം ആയതുകൊണ്ടാണ് കോൾ വന്നത്. സോ ഹീ കോൾസ് ആരെ വിളിക്കാറുണ്ട്, അതാണ് നമ്മൾ അവസാനം എഴുതേണ്ടത്. നമ്മുടെ ഒബ്ജക്റ്റ് എന്താ? ആരെയാണ് വിളിക്കുന്നത്? ആരിലാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത്? എന്നെ വിളിക്കാറുണ്ട്, മീ. ഹി കോൾസ് മീ. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിയേ. അവൾ രാവിലെ എണീക്കാറുണ്ട്. എന്തിനാണ് നമ്മൾ തുടങ്ങേണ്ടത്? സബ്ജക്റ്റിൽ. എന്താ നമ്മുടെ സബ്ജക്റ്റ്? എന്താ സബ്ജക്റ്റ്? അവൾ, ഷീ. ഇനി രാവിലെ എണീക്കാറുണ്ട്. രാവിലെ എണീക്കാറുണ്ട്. ഇതിലേതാ പ്രവൃത്തി? ഇതിലേതാ ഈ അവൾ ചെയ്യുന്ന പ്രവൃത്തി? എന്താ? രാവിലെ ഒരു പ്രവൃത്തിയല്ല, എണീക്കാറുണ്ടെന്നാണ് പ്രവൃത്തി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗെറ്റ്സ് അപ്പ് എന്ന് എഴുതാം, അല്ലെങ്കിൽ വേക്സ് അപ്പ് എന്ന് എഴുതാം. ഞാനിവിടെ വേക്സ് അപ്പ് എന്ന് എഴുതുന്നത്. അവൾ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ. ഇപ്പം നോർമലി എണീക്കാറുണ്ടെന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? വേക്കപ്പ് അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് വേക്കപ്പ് എന്ന് എഴുതാൻ പറ്റുമോ? വേക്കപ്പ് എന്ന് എഴുതാൻ പറ്റുമോ? ഷീ വേക്കപ്പ് എന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. ഷീ വേക്സ് അപ്പ് എന്നേ എഴുതാൻ പറ്റുള്ളൂ. ഈ വേക്ക് ആണ് ആക്ച്വലി ഇവിടുത്തെ വേർബ്. സോ ഷീ വേക്സ് അപ്പ്. അവൾ എണീക്കാറുണ്ട്. ഷീ വേക്സ് അപ്പ്. ഷീ വേക്സ് അപ്പ്. ഇനി രാവിലെ എന്നുള്ളതിന് നമ്മൾ മോർണിംഗ് എന്നാണ് പറയുന്നത്. രാവിലെ എണീക്കാറുണ്ട്, വേക്സ് അപ്പ് ഇൻ ദ മോർണിംഗ് എന്നാണ്. ഇൻ ദ മോർണിംഗ്. ഞാൻ ഇതാ എഴുതാൻ വിട്ടുപോയി, ഇവിടെ മേളിലോട്ട് കയറ്റി എഴുതാം. സോ ഷീ വേക്സ് അപ്പ് ഇൻ ദ മോർണിംഗ്. അവൾ രാവിലെ എണീക്കാറുണ്ട്. നെക്സ്റ്റ് സെൻറ്റൻസ്. അവർ ചായ കുടിക്കാറുണ്ട്. അവർ ചായ കുടിക്കാറുണ്ട്. നമ്മളിവിടെ ആദ്യ കാര്യമാണ് പറയുന്നത്. എന്താണ് ഇവിടെ സബ്ജക്റ്റ്? അവർ ചായ കുടിക്കാറുണ്ട്. അവരാണ് സബ്ജക്റ്റ്. ദേ. ഇനി ഇവിടുത്തെ വേർബ് എന്താ? ചായ വേർബല്ല, കുടിക്കുക അത് വേർബാണ് അല്ലേ? അതൊരു പ്രവൃത്തിയാണ്. കുടിക്കുക എന്നുള്ളതിന് നമ്മൾ ഡ്രിങ്ക് എന്നാണ് പറയാം. ഇവിടെ ഡ്രിങ്ക്സ് എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ദേ ഡ്രിങ്ക്സ് ടീ എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. പകരം എന്തെഴുതാം? ഡ്രിങ്ക് തന്നെ എഴുതാം. കാരണം ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടോ ഐ, യു എന്നീ വാക്കുകളാണ് സബ്ജക്റ്റ് എന്ന് വരുന്നതെങ്കിൽ നമ്മൾ എസ് ഒ ഇ എസ് ഒ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വേർബിൻ്റെ കൂടെ. സോ ദേ ഡ്രിങ്ക് ടീ. ദേ ഡ്രിങ്ക് ടീ. അവർ ചായ കുടിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി ഇതെന്തുകൊണ്ടാണ് ഈ ഒരു ഫോമാറ്റിൽ നമ്മൾ ഈ സെൻറ്റൻസസ് ഒക്കെ എഴുതിയത്? എന്താ?
വിളിക്കാറുണ്ട്, എണീക്കാറുണ്ട്, കുടിക്കാറുണ്ട് എന്ന് വെച്ചാൽ ചെയ്യാറുണ്ട്, പൊതുവേ നടക്കാറുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണ് ഈ ഒരു ഫോമാറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു രീതി സെൻറ്റൻസ് എഴുതാൻ പാടുള്ളൂ. എല്ലാ ഇംഗ്ലീഷ് സെൻറ്റൻസും ഈ രീതിയിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ പാടില്ല കേട്ടോ. ഇപ്പം ഞാൻ പഠിപ്പിച്ചു അപ്പോൾ പിന്നെ എല്ലാ സെൻറ്റൻസും ഇങ്ങനെയാണ്, അങ്ങനെയല്ല. സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് സെൻറ്റൻസിൻ്റെ രീതിയും മാറും. ഓക്കെ. ഇനി അവൻ നന്നായി പാടാറുണ്ട്. അവൻ നന്നായി പാടാറുണ്ട്. ആരുടെ കാര്യമാണ് പറയുന്നത്? അവൻ്റെ കാര്യം. അവനാണ് സബ്ജക്റ്റ്. ഹി. ഇനി വേർബ് എന്താ? നന്നായി അല്ലെങ്കിൽ നന്നായിട്ട്. ഇപ്പം അതിൻ്റെ പേരിൽ ആർക്കും വിഷമം വേണ്ട. നന്നായി അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതൊരു വേർബാണോ? പ്രവൃത്തിയല്ല. പാടാറുണ്ട്. പാടുക അതൊരു പ്രവൃത്തിയാണ് അല്ലേ? പാടുക എന്നുള്ളതിന് നമ്മൾ സിങ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഹീ സിങ് എന്ന് പറയാൻ പറ്റുമോ? ഹീ സിങ് എന്ന് പറയില്ല. ഹി സിങ്സ് എന്നേ പറയുള്ളൂ. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ്. ജി കൊണ്ട് അവസാനിക്കുന്ന മിക്ക വേർബിൻ്റെയും കൂടെ എസ് എ നമ്മൾ ചേർക്കുള്ളൂ, ഇ എസ് ചേർക്കില്ല. സോ ഹി സിങ്സ്. ഇനി നന്നായിട്ട് പാടാറുണ്ട്. ഹി സിങ്സ് വെൽ. ഹി സിങ്സ് വെൽ. അവൻ നന്നായിട്ട് പാടാറുണ്ട്. ഇനി ഞങ്ങൾ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ട്. ഞങ്ങൾ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ട്. ആരുടെ കാര്യമാണ് പറയുന്നത്? ഞങ്ങളുടെ കാര്യം. ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി. ഇവിടെ എന്താ വേർബ്? എന്നും ഒരു വേർബല്ല. ഫുട്ബോൾ വേർബല്ല. കളിക്കുക അതൊരു വേർബാണ് അല്ലേ? സോ വി പ്ലേ. ഇവിടെ എസ് ചേർക്കണോ? വേണോ? എസ് ചേർക്കണോ? വേണ്ട. എന്താ കാരണം? കാരണം പ്ലേ എന്ന് പറയുമ്പോൾ ഹീയോ ഷീയോ ഇറ്റോ അല്ലെങ്കിൽ ഒരാളുടെ കാര്യമായിരുന്നെങ്കിൽ നമ്മൾ പ്ലേസ് എന്ന് പറയാമായിരുന്നു. പക്ഷെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യമായതുകൊണ്ട് നമ്മൾ പ്ലേസ് പറയേണ്ട. അതേപോലെ വേർബ് അങ്ങ് എഴുതിയാൽ മതി. സോ വി പ്ലേ ഫുട്ബോൾ. എന്നും എങ്ങനെ പറയാ? എവ്രി ഡേ. വി പ്ലേ ഫുട്ബോൾ എവ്രി ഡേ. ഞങ്ങൾ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇനി ഞാൻ എന്നും വായിക്കാറുണ്ട്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് ഞാനിപ്പോൾ പഠിപ്പിച്ച രീതി വെച്ച് നിങ്ങളെല്ലാവരും ഒന്ന് എഴുതി കോമൻറ്റ് ചെയ്യുക. ഇനി കോമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു DM അയച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം അല്ലേ? വളരെ സിമ്പിളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. പേര് പോലെ തന്നെ സിമ്പിളാണ്. എന്തിനാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഏതൊക്കെ സെൻറ്റൻസിൻ്റെ കൂടെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്? നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള കാര്യങ്ങൾ, പൊതുവേ ചെയ്യാറുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ എല്ലാ ദിവസവും ചെയ്യാറുണ്ടാവില്ല, പൊതുവേ ചെയ്യാറുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാറുള്ള കാര്യങ്ങൾ പ്രപഞ്ച സത്യങ്ങളുടെ കൂടെ, അതായത് ഇലയുടെ നിറം പച്ചയാണ്, സൂര്യൻ കിഴക്കുദിക്കുന്നു, പിന്നെ വെസ്റ്റിൽ സെറ്റ് ചെയ്യുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുക. സോ നമ്മളുടെ അതിൻ്റെ ഫോമാറ്റ് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ട രീതി എന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതണം. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരെ പറ്റിയിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് അതാണ് അവിടുത്തെ സബ്ജക്റ്റ്. നമ്മളിപ്പം നമ്മളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഞാനായിരിക്കും സബ്ജക്റ്റ്. ഇപ്പം അവൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിൽ അവനായിരിക്കും സബ്ജക്റ്റ്. നിങ്ങളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങളായിരിക്കും സബ്ജക്റ്റ്. ആരെ പറ്റിയിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് അവരാണ് അവിടുത്തെ സബ്ജക്റ്റ്. ഇനി സബ്ജക്റ്റ് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് എഴുതേണ്ടത് വേർബാണ്. വേർബ് അതേപോലെ എഴുതുക. എന്താ ഈ വേർബ്? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ഗോ, ഈറ്റ്, ഡ്രിങ്ക്, സ്റ്റാൻഡ്, സിറ്റ്, റൺ, ബ്രീത്ത്, തിങ്ക്, സ്ലീപ്പ്. ഇതുപോലെ പ്രവൃത്തികൾ, അതായത് ഓടുക, ചാടുക, നടക്കുക, കിടക്കുക, അതെല്ലാം നമ്മൾ പ്രവൃത്തികളെല്ലാം വേർബാണ്. അപ്പോൾ സബ്ജക്റ്റ് ഒന്നിൽ കൂടുതൽ ആളുകൾ, അതായത് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ വേർബ് അതേപോലെ എഴുതുക. പക്ഷേ സബ്ജക്റ്റിന് ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് എന്നുള്ള വാക്കുകൾ ചേർത്ത് കൊടുക്കുക. ഏത് വാക്കാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് വേർബാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കണം. ഇനി സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ അല്ലെങ്കിൽ യു ആണെങ്കിൽ വേർബിൽ ഒരു മാറ്റവും വരില്ല, പ്ലൂറൽ പോലെ തന്നെ അതേപോലെ നമ്മൾ എഴുതാം. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ ഒബ്ജക്റ്റ് എഴുതും, അല്ലെങ്കിൽ ടൈം എഴുതും, അല്ലെങ്കിൽ പ്ലേസ് എഴുതും. ചില സമയത്ത് പ്ലേസും ടൈമും എഴുതും, ചില സമയത്ത് ഒബ്ജക്റ്റും ടൈമും എഴുതും. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത് എന്തിലാണോ അല്ലെങ്കിൽ ആരിലാണോ അതാണ് അവിടെ ഒബ്ജക്റ്റ്. ഉദാഹരണത്തിന് ഞാൻ ചായ കുടിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ കുടിക്കാറുള്ളത്? ചായയാണ് ഒബ്ജക്റ്റ്. ഞാൻ അവനെ വിളിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ആരെയാണ് വിളിക്കുന്നത്? അവനാണ് അവിടെ ഒബ്ജക്റ്റ്. ചില സമയത്ത് ഒബ്ജക്റ്റ് ഉണ്ടാവില്ല, പ്ലേസ് ആയിരിക്കും ഉണ്ടാവുക, ടൈം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ച് അത് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഓർഡറിൽ തന്നെ പോകണം. ഒരിക്കലും ആദ്യം വേർബ് വരരുത്, അല്ലെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വരരുത്, അല്ലെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ടൈമോ പ്ലേസോ ഒന്നും വരാൻ പാടില്ല. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേർബ് തന്നെ വരണം, വേർബ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വരണം. ആ ഒരു ഓർഡറിൽ തന്നെ പോകണം. ഒരിക്കലും ഓർഡർ തെറ്റിക്കാൻ പാടില്ല. ഓർഡർ തെറ്റിച്ച് നമ്മൾ സെൻറ്റൻസ് തെറ്റും. ഓക്കെ. അപ്പോൾ ഞാൻ എന്നും വായിക്കാറുണ്ട്, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് എല്ലാവരും കോമെൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇത്രയും നേരം വീഡിയോ കണ്ടത്. അപ്പം നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളൂ. ഇതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനും ഇംഗ്ലീഷ് പഠിക്കാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള കോണ്ടന്റ് റിലേറ്റഡ് വീഡിയോസ് നമ്മൾ എല്ലാ ദിവസവും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും കൺഫ്യൂഷനും കോമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇതേപോലെ ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ കോഴ്സ് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ഹാവ് എ പ്ലസന്റ് ഡേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ പറ്റി, അതായത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്